ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇതിനനുസരിച്ചിട്ട് ആദ്യം മെഷീനെ കുറിച്ച് പഠിക്കണം. മെഷീനെ കുറിച്ച് പഠിച്ചാൽ ഈ കൊപ്രന്റെ ഉണക്കം കറക്റ്റ് ആയതുകൊണ്ടാവില്ല ഈ എണ്ണ എത്ര തെളിഞ്ഞു വരുന്നത്. അതെ, ഇതുമാതിരിയുള്ള കൊപ്രയാണെങ്കിൽ 1 മണിക്കൂറിൽ 30 കിലോ കൊപ്ര ഞാൻ പറയുന്നു. ആദ്യം മെഷീനെ കുറിച്ച് പഠിക്കുക, മെഷീന് വർക്ക് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ലോഡ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പൊ എനിക്കിത് ഒന്നായിട്ട് വാരിടാൻ അറിയാൻ തന്നെ. എന്റെ അനുഭവം വെച്ചിട്ടുള്ള അറിവിന്റെ പ്രകാരം ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇതിനനുസരിച്ചിട്ട് ആദ്യം മെഷീനെ കുറിച്ച് പഠിക്കണം. മെഷീനെ കുറിച്ച് പഠിച്ച് അതിൽ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ച് പഠിച്ച് അതിനുശേഷം വർക്ക് ചെയ്യുക. അതല്ലാതെ തോന്നിയ പോലെയുള്ള പരിപാടി ഇതിൽ നടക്കില്ല. വേറെ വേറെ ആൾക്കാരെ ഉപയോഗിക്കുക അല്ലെ, ആള് കൈമാറി ഉപയോഗിക്കുമ്പോ അത് അവർക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്തെങ്കിലും കുറേശ്ശെ മനസ്സിലായി ഇനി ഞങ്ങൾ ചെയ്യാം എന്ന് പണ്ട് ചെയ്യലുണ്ടല്ലോ, അത് നടക്കില്ല. ഇതിപ്പോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ കൊപ്രന്റെ ഉണക്കം കറക്റ്റ് ആയതുകൊണ്ടാവില്ല ഈ എണ്ണ എത്ര തെളിഞ്ഞു വരുന്നത്. അതെ. ഇപ്പൊ എണ്ണ വീഴുന്ന കണ്ടാലേ അറിയാലോ ഈ എണ്ണയുടെ തെളിച്ചോ. അതെ. ഇതുമാതിരിയുള്ള കൊപ്രയാണെങ്കിൽ 1 മണിക്കൂറിൽ 30 കിലോ കൊപ്ര നമുക്ക് ആട്ടിയെടുക്കാം. ഞാൻ ഇവിടെ സമയം നോക്കിയിട്ട് ആട്ടിയെടുത്തിട്ടുണ്ട്. 95 കിലോ കൊപ്ര ഒരു കസ്റ്റമർ കൊണ്ടുവന്നു. കറക്റ്റ് 3 മണിക്കൂർ ആട്ടിക്കഴിഞ്ഞു. ഇതുപോലുള്ള നല്ല ഉറപ്പുള്ള കൊപ്രയാണ്. അപ്പൊ നമ്മുടെ ബ്രാഞ്ച് ഓഫീസിലുള്ള ഇബ്രാഹിം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊപ്ര ഉണങ്ങിയാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മെഷീന് ഒരു കേടും സംഭവിക്കില്ല, ഒരു ട്രബിളും അതിന് വരില്ല. അതിൽ ഉപയോഗിക്കേണ്ട വിധം ഇപ്പൊ നിങ്ങൾക്ക് ശശിയേട്ടൻ മനസ്സിലായല്ലോ. അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ആ മെഷീന് സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അത് കമ്പനിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു, ആദ്യം മെഷീനെ കുറിച്ച് പഠിക്കുക, മെഷീന് വർക്ക് ചെയ്യുന്ന രീതികളെ കുറിച്ച് പഠിക്കുക, അതിനുശേഷം യൂസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം അല്ലേ? അതെ. ഈ മട്ട് എന്ത് ചെയ്യാ? മട്ട് ഇതിന് വരുന്ന മട്ട്, അതെ, അത് ഇതിനോട് തന്നെ എടുത്തിടോ? വേണ്ട, ലാസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് കുറേശ്ശെ ഇപ്പൊ നീക്കി കൊടുക്കാം. അതിനുള്ള ഇതുമാതിരി നീക്കി കൊടുക്കുക. കുറച്ച് കൂടുതലാകുമ്പോ ഇതിനെ എടുത്തു വന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോ ഇതിനുള്ള എണ്ണയും കൂടെ വരും. പിന്നെ ഇതിലിടേണ്ട കാര്യമില്ല. ആ മട്ട് അങ്ങനെ വരുന്നത് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോ നമ്മുടെ റാഡുണ്ടല്ലോ, റാഡില് ഈ എണ്ണ ഓയിൽ വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കയറി പിടിക്കും. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് ഇത് ഉണക്കുള്ളത് കൊണ്ട് ഇത് അങ്ങനെ അതിൽ പിടിക്കില്ല. പക്ഷെ ഇതിൽ വെച്ച് ഉണക്കം കുറവായിട്ടുണ്ടെങ്കിൽ അത് എണ്ണ വരവിൽ ഇത്ര സ്പീഡിൽ വരില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നന്നാക്കി പഠിക്കാണ്ട്. ഇതൊക്കെ കുറച്ച് നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യണം. അതെ, ഇത് ഒന്നുമില്ലാതെ ഒരു അയഞ്ഞ പോലെ നിന്ന് കഴിയുമ്പോ നടക്കില്ല. നമ്മളുടെ കുറച്ച് മൈൻഡ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് പൂർണ്ണതയ്ക്ക് എത്തുള്ളൂ. അതെ, മറ്റത്ത് ഉടനെ കസ്റ്റമർ കെയർക്ക് വിളിക്കുക, അത് പറ്റില്ല. കാരണം അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അത്. അതാണ് ഞാൻ ആദ്യമേ ചുരുക്കത്തിൽ പറഞ്ഞത്. ആദ്യം മെഷീൻ എന്താണ് അതിനെ കുറിച്ച് പഠിക്കുക, മെഷീനിൽ വർക്ക് ചെയ്യുന്ന രീതികളെ കുറിച്ച് പഠിക്കുക, അതിനുശേഷം വർക്ക് ചെയ്യാൻ. അല്ലാണ്ട് ഒന്നും വാങ്ങിയിട്ട് പുതിയ ഒരാള് വരികയാണെങ്കിൽ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ മില്ലുകൾ പോയിട്ട് അല്ലേ, ഒരു പ്രാവശ്യം വന്ന് കണ്ടാൽ പോരാ, എന്നുവെച്ചാൽ ഒരു 1-2 ആഴ്ചകളിൽ ഒന്ന് പഠിക്കണം അല്ലേ. ഞാൻ ഈ വിഷയം എടുക്കുന്നതിന് മുൻപ് കമ്പനിയിൽ നിന്ന്
സ്പോൺസർ ചെയ്തിട്ടുള്ള 2 മില്ലുകാരനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതെ അതെ. ഞാൻ ആ 2 മില്ലുകാരുടെ അടുത്തും പോയി അവര് വർക്ക് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളെല്ലാം ഒരു ദിവസം ഓരോ ദിവസം ഫുള്ളായിട്ട് അതിനായിട്ട് മെനക്കെട്ടു. അത് എവിടെയുള്ള ആൾക്കാരാണ്? അത് ഒന്ന് ആലത്തൂര്, അതെ അതെ, രണ്ടാമത് അത്തിപ്പറ്റ ബാബുടെ. അതെ, അവിടെ പോയിട്ട് ഞാൻ തന്നെ അവര് എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ച്. കാരണം നിനക്ക് അവിടെ പോയിട്ട് നീ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നോക്കി, അതിനുശേഷം എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അതിനായിട്ട് മെനക്കെട്ട് പോയതാണ്. അതെ അതെ അതെ, പഠിക്കണം നിർത്തി പോയതാണ്. അതെ, പഠിച്ചത് എടുത്തിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അതുപോലെ തന്നെ അവർ പറഞ്ഞ പ്രകാരം തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്തു, മിഷൻ ഇറക്കി. ഇപ്പോ എനിക്ക് ഒരു കംപ്ലൈന്റ് പറയാനൊന്നും ഇതിലില്ല. കസ്റ്റമർ കെയർ ആണെങ്കിലും ആവശ്യം വന്ന ആവശ്യകത പരിഹരിച്ചു തന്നു. അത്രേ ഉള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ഡ്രയറിനെ കുറിച്ച് ഞാൻ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ബട്ടൺ അമർത്തി ഇന്ന കാര്യങ്ങള് ഹീറ്റർ കൊടുത്ത് മെയിൻ ഓൺ ആക്കി പവർ ഓൺ ആക്കി എന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പൊ ഞാൻ ഉള്ളില് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഇബ്രാഹിം സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ സാറേ ഇന്ന വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, പവർ ഓൺ ആക്കിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കറക്റ്റ് ആണ് പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊരു ആത്മധൈര്യം കിട്ടി. അത് കഴിഞ്ഞ് തന്നെ ഈ പച്ച നാളികേരം വെക്കുന്നത്. അപ്പൊ 15 മണിക്കൂർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 15 മണിക്കൂർ കഴിയുമ്പോ അതെല്ലാം എനിക്ക് ഇവിടെ വന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. എന്നാലും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചിട്ട് ഇന്നത്തെ മാതിരിയുള്ള സാർ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യണ്ട ഉണ്ട്. മോളില് ഈ ഉള്ളിലുള്ള ഹീറ്റിന്റെ ചൂട് വരും, അത് കൈവച്ച് നോക്കുക. ചൂട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പൊ ഇനി 15 മണിക്കൂർ ശേഷം വീണ്ടും ഇയാള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ന ഭാഗത്തുള്ള ബട്ടൺ ഉണ്ട്, അതൊന്ന് അമർത്തി കഴിയുമ്പോ വലത് ഭാഗത്തുള്ള ബട്ടൺ ഉണ്ട്, വീണ്ടും 15 മണിക്കൂർ അതിൽ സെറ്റിംഗ് ആവും. അങ്ങനെ ആണ് കാര്യം സിസ്റ്റങ്ങൾ പറഞ്ഞു. അതുമാതിരി ഞാൻ ചെയ്തു. എത്ര നേരം വരെയും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞത്. നമ്മൾ വർക്ക് നമ്മൾക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല. അപ്പൊ അതാണ് മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ എനിക്കിത് ഒന്നായിട്ട് വാരിടാൻ അറിയാണ്ടല്ല. അപ്പൊ ഇബ്രാഹിം സാർ പറഞ്ഞ് കുറച്ച് കൂടുതൽ ഇട്ടോളൂ പറഞ്ഞു. ശരി, കൂടുതൽ ഇടുമ്പോ എന്താണ് വേറെ കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചിട്ട് ആ റാഡ് കറങ്ങുന്നതിനനുസരിച്ചിട്ടല്ലേ വരിക. അപ്പൊ അതിന് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള തോന്നുന്നത് ഇപ്പൊ ഇത് കഴിയാറാകുന്നു. ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോട്ടല്ലോ അവിടെ ഉള്ളിന്ന് അറിഞ്ഞ് ഓയിൽ വന്നുകൊണ്ടേയിരിക്കും, ഞാൻ അവിടെ ഇട്ടുകൊണ്ടേയിരിക്കും. ഒരു പ്രശ്നവും വരുന്നില്ല.